സർക്കാർ ആശുപത്രികളിൽ പൊതുജനങ്ങൾക്ക് ചികിത്സ നിഷേധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മൂക്കിൽ നിന്നും ചോരയൊലിക്കുന്ന കുഞ്ഞുമായി തിരുവനന്തപുരത്തെ ഒരമ്മ ഓടി നടന്നത് 4 സർക്കാർ ആശുപത്രികളിൽ. 4 നിന്നും ശരിയായ രോഗനിർണയമോ ചികിത്സയോ കിട്ടാതെ വന്നതോടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഈ അമ്മയ്ക്കും മകൾക്കും തുണയായത് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയാണ്. കരമന, നീറമൺകര, ശങ്കർ നഗറിലെ അനുഷയാണ് മകൾ ഗൗരി നന്ദയുമായി 4 സർക്കാർ ആശുപത്രിയിൽ കയറിയിറങ്ങിയിട്ടും ചികിത്സ ലഭിക്കാതെ ഒടുവിൽ സ്വകാര്യ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചത്. മാസ്ക് മുഴുവൻ രക്തവുമായി കൈകൊണ്ട് മൂക്ക് പൊത്തിപ്പിടിച്ചാണ് കുഞ്ഞ് ട്യൂഷൻ സെന്ററിൽ നിന്നും 10 മണിയോടെ വീട്ടിലേക്ക് ഓടിയെത്തിയത്. ട്യൂഷൻ ടീച്ചറും കുട്ടികളും കണ്ടാൽ പേടിക്കുമെന്ന് കരുതി ഒരു കൈകൊണ്ട് അവൾ മൂക്ക് മറച്ചു പിടിച്ചിരുന്നു. ഏകദേശം 11 മണിക്ക് അടുത്ത ബന്ധുവിനെയും കൂട്ടി ഓട്ടോയിലാണ് തൈക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിയത്. കുഞ്ഞിന് ചെറിയ പനി ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ പനിക്കുള്ള മരുന്ന് കുറിച്ചു തന്ന ശേഷം ജനറൽ ആശുപത്രിയിൽ ENT ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഓട്ടോയിൽ അവിടെ എത്തിയപ്പോൾ സമയം ഏതാണ്ട് 12:45 എന്നാൽ OP സമയം കഴിഞ്ഞതായും നിന്നിട്ട് കാര്യമില്ലെന്നും സെക്യൂരിറ്റി അറിയിച്ചു. എത്രയും വേഗം SAT ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവർ പറഞ്ഞു. കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട് ഭയന്ന് സമയം കളയാതെ നേരെ SATയിൽ ഓട്ടോയിലെത്തി. സമയം 1:40 ആയിട്ടുണ്ടാവും. ചില മരുന്നുകൾ കുറിച്ചു നൽകിയതല്ലാതെ പരിശോധനകൾ നടത്തിയില്ല. മെഡിക്കൽ കോളേജിൽ പോകാനായിരുന്നു നിർദ്ദേശം. 2:15 മെഡിക്കൽ കോളേജിലെത്തി. അത്യാഹിത വിഭാഗത്തിലെത്തി കാര്യം പറഞ്ഞപ്പോൾ ENT ഡോക്ടർ ഇല്ല, തിങ്കളാഴ്ചയെ ഉണ്ടാകുമെന്നായിരുന്നു മറുപടി. അത്രയേറെ പ്രതീക്ഷയോടെയാണ് ഓരോ ആശുപത്രിയിലും കയറി ചെല്ലുന്നത്. എന്നാൽ ശരിയായ ചികിത്സ ലഭിച്ചില്ല. ഓട്ടോയിൽ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോയി എക്സ്റേ എടുക്കാൻ ഡോക്ടർ കുറിപ്പെഴുതി. പരിശോധന ഫലം വന്നപ്പോൾ സൈനസ് അണുബാധയാണെന്ന് കണ്ടെത്തി. തുടർന്ന് മരുന്നും വാങ്ങി 5 മണിയോടെ വീട്ടിലെത്തി. കയ്യിൽ കാശുണ്ടായിട്ടല്ല, എങ്കിലും പറയാം, സർക്കാർ ആശുപത്രി എന്ന് കേൾക്കുമ്പോൾ ഇനി പോകാൻ മടിക്കും. അത്രയ്ക്ക് തീതുന്നു. ഓട്ടോയ്ക്ക് മാത്രം 900 രൂപ ചിലവായി. സ്വകാര്യ ആശുപത്രിയിലെ ചിലവ് വേറെയും. ഇനി ഇങ്ങനൊരവസ്ഥ ഒരമ്മയ്ക്കും ഉണ്ടാകാതിരിക്കട്ടെ. ജനങ്ങൾക്ക് സേവനം നൽകേണ്ട സർക്കാരും സർക്കാർ സ്ഥാപനങ്ങളും ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കുക.